ഞാനിപ്പോ ഒരു കഥ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനൊരു സ്റ്റോറിയുടെ തുടക്കം ഇട്ടുതരും. ആ തുടക്കത്തിന്റെ ബാക്കി കഥ നിങ്ങൾ രണ്ടുപേരും കെവിനും എവിനെയും കാണാൻ മസ്കറ്റിൽ നിന്ന് അച്ഛൻ ഫ്ലൈറ്റ് കയറി വരികയാണ്. കൂടെ ഒരു യമണ്ടൻ പെട്ടിയുണ്ട്. ഞാൻ യമണ്ടൻ ഭാര്യയാന്ന് അങ്ങനെയെല്ലാം പറയാൻ വരികയാണ്. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്നോട് പകുതി ഇഷ്ടം തോന്നണം, കുറച്ച് അയ്യോ ഇതിന് ഞാൻ നിങ്ങൾ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. അമ്മയോട് എന്താ പറയണേ, എനിക്ക് അളിയൻ ഇച്ചിരി കാശ് കൊടുക്കും. ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇത് ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ മേലെ പെകളെ കളറായിക്കോട്ടെ വന്നേക്കും. ഇതെല്ലാം ശരിക്കും പറയുന്നതാണ്. ശരി, ഇതുവരെ പുറത്ത് കൊണ്ടുവരാത്ത കഴിവുകള് പുറത്ത് കണ്ടിട്ടുണ്ട മുഖത്തൊക്കെ കിട്ടില്ലേ? അടിയടിയാ അങ്ങനല്ലേ? എന്തെങ്കിലും എല്ലാ കഴിവുണ്ടോ? കഴിവുണ്ടോ? നല്ല കഴിവുണ്ടോ? കഴിവില്ലെന്ന് മാത്രം പറയും. ഒന്ന് വാ തുറന്ന് എന്തേലും പറ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവന് പക്ഷെ കഥയൊന്നും ഉണ്ടാക്കാനുള്ള സിനിമാ മേഖല വർക്ക് ചെയ്യാൻ ഇഷ്ടം. എന്റെ കാര്യം എന്റെ അല്ല പറഞ്ഞു. എനിക്ക് സ്പോർട്സിനോടാ താല്പര്യം. കഴിയില്ലേ? അയ്യോ അമ്മ വെള്ളം എടുത്ത് എറിയുമ്പോ ഇവിടുന്ന് ഓടും. 30 വയസ്സിന് മേളിലുള്ളവരെ ഇന്റർവ്യൂ ചെയ്യല്. 40 ചേട്ടനായാലും ചേച്ചിയായാലും നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിവരമില്ലാത്ത കാര്യം മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടല്ലോ. അതെ, വേറെ വിവരമില്ലാത്ത ആൾക്കാർക്കല്ലേ നമ്മളെ മനസ്സിലാവും. ജസ്റ്റ് അമ്മേനൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും? അതിന് ആയുധങ്ങളൊക്കെ വേണം, ചട്ടുക എന്തെങ്കിലും സാധനം വേണം, കണ്ണാടി വേണം. എന്നാലും പിന്നെ വോളിയം ബാക്കിയുള്ള മനുഷ്യന്മാരെക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും. സൗണ്ടിന് ഇച്ചിരി സ്റ്റേജിൽ കയറുമ്പോഴാണോ ആ ഒരു പൈസ കിട്ടണ്ടോ? സംസാരിക്കും ഇവൻ നല്ലതായിട്ട്. പക്ഷെ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഷൂട്ട് എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ വായന വല്ലതും നല്ല താങ്ങ് വരത്തുള്ളൂ. അച്ഛൻ ഒത്തിരി അച്ഛനെ വെളിയിൽ വിളിച്ച അച്ഛൻ ഞാൻ അച്ഛനെ നാണൊക്കെ എന്റെ കാലം കഴിയുന്നത് വരെ നിങ്ങൾ ഒരേ കളറിന്റെ ഡ്രസ് ഇട്ടാണ്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു ചിരി കുടുംബമാണ്. ഇവരോട് സംസാരിച്ചാൽ നമ്മൾ അങ്ങ് ചിരിച്ചു പോവും. കെവിൻ ആൻഡ് ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. കെവിൻ, എവിൻ. കെവിൻ ആൻഡ് എവിൻ ഫാമിലി. ഇത് കെവിൻ, ഇത് എവിൻ. അല്ല, ഇത് എവിൻ, ഇത് കെവിൻ. അല്ല, ഞാനതല്ലേ പറഞ്ഞു, ഇവന്റെ പേര് മാത്രം പറഞ്ഞ. സോറി, കെവിൻ ആൻഡ് എവിൻ ഫാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹാപ്പിയാണോ? പക്ഷെ ഇന്നത്തെ സ്റ്റാർ നിങ്ങൾ ആരുമല്ല. ഇന്നത്തെ സ്റ്റാർ ആരാ? ഇവിടെ കാണിക്കണേ. ഇതാണ് ഇന്നത്തെ സ്റ്റാർ. അറിയോ മറിയത്തിന് എത്ര ഫാൻസ് ഉണ്ട്? എനിക്കൊന്നും നിങ്ങളെ കാട്ട് ഫാൻസ് ഇപ്പൊ മറിയത്തിനെ കാണാൻ, മറിയത്തിന്റെ സംസാരം കേൾക്കാൻ, മറിയത്തിന്റെ വീഡിയോസ് കാണാൻ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം. സ്കൂളിലൊക്കെ കൂളിംഗ് ക്ലാസ് ഇട്ടുണ്ടെന്ന്. ഓൾറെഡി ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ, നിങ്ങളും അതുപോലെ ഫേമസ് ആണ്. അപ്പൊ ഈ പുറത്തൊക്കെ പോകുമ്പോ എന്താ റിയാക്ഷൻ? ഈ വീട്ടിൽ എത്രയും അങ്ങനെ അറിയാറില്ല. പുള്ളിയെ കാണുമ്പോഴത്തേക്കിന് ഇവരങ്ങനെ അളിയാന്നല്ല വിളിക്കുന്ന, അച്ചാച്ചാന്നാ വിളിക്കുന്ന, ചേട്ടാന്നുള്ള ഇതില്. ഞങ്ങൾ ഇവിടെ അച്ചാച്ചൻ എന്നാ പറയുന്നത്. പുള്ളി ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അളിയനാ, പേരും അറിയത്തില്ല. അളിയാന്നാ വിളിക്കുന്നത്. ഈയുടെ ഒരു കല്യാണത്തിന് ഇന്ന് പുള്ളിയുടെ പെങ്ങടെ കല്യാണത്തിന് പോയതാ. അവിടെ ചെന്ന് അവിടുത്തെ ക്യാമറാമാന്മാരും കണ്ടിട്ട് അളിയാ നീ നിക്ക് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ അളിയനല്ല, അവളെന്റെ പെങ്ങളാണ്. അല്ല, അളിയനാണല്ലോ, കോമൺ ആയിട്ട് മൊത്തത്തില് അളിയനാണ്. ശരിക്കും അവിടുത്തെ സ്റ്റാർ ആണോ പുറത്തു പോയി കഴിഞ്ഞാ?
കിടി പറ്റി പോലെ പോയ. ആണോ? എനിക്കൊന്ന് പണ്ട് അളിയന് വേണ്ടി ഒരു പേർഷ്യ സോങ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. അയ്യോ ഞാനിങ്ങനെ കൊറേ തപ്പിപ്പോ പേർഷ്യ സോങ് ഒക്കെ അത് ആരാ പഠിപ്പിച്ചു ശരിക്കും? അത് പിന്നെ പണ്ട് അമ്മ പഠിപ്പിച്ചായിരുന്നു. അമ്മയുടെ ഒക്കെ പള്ളിയിൽ പണ്ട് എന്തോ ചെറിയൊരു ഇതായിട്ട് പഠിപ്പിച്ചതാ. അത് അമ്മ ചുമ്മാ പഠിപ്പിച്ചു. അന്ന് പഠിപ്പിച്ച അപ്പൊ പെട്ടെന്ന് ഇവിടുത്തെ ആദ്യത്തെ അച്ചാച്ചനായത് കൊണ്ട് അച്ചാച്ചനെ കണ്ടപ്പോ അങ്ങനെ അങ്ങ് പാടി. അത് പിന്നെ അച്ചാച്ചന്റെ പ്രാർത്ഥിക്കുന്ന എന്നെ പറ്റി എന്താ കുറ്റം പറയാം അമ്മ. പറയല്ലേ പറയല്ലേ. ആ പാട്ട് ഓർമ്മയുണ്ടോ? അയ്യോ മറന്നുപോയി. അങ്ങനെയാണോ? ഇവർക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നാലും പാടില്ല അതൊക്കെ. അതിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് പള്ളിയില് പള്ളിയില് നമ്മൾ ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിനൊക്കെ അങ്ങനെ എന്തോ ജസ്റ്റ് സൺഡേ സ്കൂളിനോ അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞൊന്ന് പഠിപ്പിച്ച പാട്ടാ കുഞ്ഞില്. അത് ഇവന്മാരെ അമ്മയുടെ കാലത്ത് അത് പിന്നെ വീണ്ടും ഇതിങ്ങനെ ആയി. അത് അച്ചാച്ചനിട്ടായി ആ സാധനം. ഈ നിങ്ങളുടെ ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. 4 മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അത്യാവശ്യം ആളുകളൊക്കെ ഏറ്റെടുത്ത് ഭയങ്കര വ്യൂ ആണ്. എന്താ നിങ്ങൾ ഇത്ര ഇഷ്ടം ആളുകൾക്ക്? അവരോടല്ലേ ചോദിക്കണ്ട. എടാ എന്നാലും പറയടാ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളുടെ ആരും സ്നേഹപ്രകടനം കഴിച്ചിട്ടില്ല അടുത്ത് വന്നിട്ട്? അയ്യോ അതുണ്ട് ഉണ്ട്. ഉണ്ട് കൊറേ ആന്റിമാരും അമ്മച്ചിമാരും എന്റെ അമ്മു. അത് അവര് സ്നേഹത്തോടെ ആയിരിക്കും, പക്ഷെ ഇച്ചിരി സ്നേഹം കൂടിയിട്ടാണ് അതെങ്ങനെയാ? ഇങ്ങനൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെയാ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നത്. ഇനി വന്നേന്ന് പറയും എടുക്കും. എനിക്ക് നിങ്ങളെ കൊച്ചിലേ നമ്മള് കണ്ടേ ഇപ്പൊ നിങ്ങളെ നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ ഫീൽ നമുക്ക് തോന്നാ. ആണോ? അങ്ങനെ ആയിരുന്നു മതിയായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? ഇപ്പൊ കൊച്ചിലെ ഇവര് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു, പക്ഷെ വീഡിയോസ് ചെയ്ത് ആളുകൾക്കൊക്കെ അറിയാം, നിങ്ങളെയും അതുപോലെ അറിയാം. ആൻഡ് വളരെ ഇന്റർവേർട്ട് ആയിട്ടുള്ള ആളെയും ക്യാമറയ്ക്ക് മുമ്പിൽ വരെ നിൽക്കുന്നു. അച്ചാച്ചൻ എങ്ങനെയാ അത്? എനിക്കിട്ട് ഇപ്പൊ നല്ല താങ്ങ് കിട്ടുന്നുണ്ട്, കാരണം പുറത്തിറങ്ങിയപ്പോ ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ആണോ? ചേടാ എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കണേ? അല്ലേ നിക്കേ, ഇത് ചേച്ചി ഇത് അളിയൻ ഒന്ന് പറഞ്ഞു വെച്ചേക്കില്ലേ? അമ്മ കമന്റ് വരും, അപ്പനും അമ്മയും മക്കളും ഇരിക്കുന്നു. ഇപ്പൊ നിങ്ങള് ഈ പല ഇൻസിഡന്റ് ഇപ്പം കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ കണ്ട ആളുകള്, പുറത്തു പോകുമ്പോ കണ്ട ആളുകള്, ചിലപ്പോ നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇത് ഇവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഒരാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ആരുടെ ക്യാരക്ടർ ആയിരിക്കും ചെയ്യാൻ പറ്റുക? ഇമിറ്റേറ്റ് ചെയ്യാൻ അമ്മ ഡെയിലി കാണുന്നല്ലേ, അപ്പം നിന്നെ കാണാറില്ല? കാണാറുണ്ട്, എന്നാലും അമ്മ ഇച്ചിരൂടെ അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എക്സ്പ്രസീവ്, അപ്പൊ അതുകൊണ്ട് അമ്മേനെയാണ് കൂടുതൽ. ഞങ്ങളുടെ എല്ലാവരും മനസ്സിൽ അമ്മയാണ്. രാവിലെ കണ്ണൊക്കെ തുറക്കുമ്പോഴേ പ്രസംഗമൊക്കെ വെച്ചോണ്ട് അടുക്കളയിൽ അമ്മയോട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് അമ്മേനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും? അയ്യോ അതിന് ആയുധങ്ങളൊക്കെ വേണം, ചട്ടുക എന്തെങ്കിലും സാധനം വേണം, കണ്ണാടി വേണം, എന്നാലും പിന്നെ വോളിയം ബാക്കിയുള്ള മനുഷ്യന്മാരെക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും. ജന്മനുള്ള സൗണ്ടിന് ഇച്ചിരി. എന്നാലല്ലേ ഇത്രയും പേരെ ഞങ്ങൾ ഇത്രയും പേരെ കൈകാര്യം ചെയ്യണ്ടേ? ഞങ്ങളെ ഒന്ന് വളർത്തി ഒരു അപ്പനെയും കൂടെ വളർത്തു. അമ്മയ്ക്ക് 5 മക്കളാണ് പറയുന്നത്. 5 മക്കള്. അപ്പനെയും കൂടെ കൈകാര്യം ചെയ്ത ഈ പരുവത്തിൽ തന്നെ അപ്പനും കളിയും ചിരിയും ബഹളവും. അപ്പൊ എല്ലാരും കൂടെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു വോയിസ് ഒറ്റടുത്ത് പൊങ്ങിയാലല്ലേ പറ്റത്തുള്ളൂ. ശരിയാ. ചേച്ചി ഒരു അമ്മയായ സമയത്തെ അമ്മയെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നോ ചില മാനറിസ് ഒക്കെ? ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. എന്തൊക്കെ കാര്യത്തില് തോന്നിയേ? തീർച്ചയായിട്ടും ഉണ്ട്. വ്യത്യാസം വരത്തില്ല. പക്ഷെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷല്ലേ? ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൂടെ നിക്കാന്ന്. എന്താ ഒരു വ്യത്യസ്ത അല്ലേ? ഒന്നുമില്ല, നമുക്ക് ആ സമയം ഇഷ്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ നിന്ന് ഇവരാണ് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കി തന്നത്. താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് അങ്ങനെ വലിയ. ഇപ്പോഴാണ് ഇതിനോട് ഇൻട്രസ്റ്റ് ആയത്. ഇപ്പൊ ഈ ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ. അല്ല ഞങ്ങള് ചുമ്മാ ചെയ്യുമായിരുന്നു, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ നടക്കുമല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ചുമ്മാ ചെയ്യുന്നു. താല്പര്യമില്ല എന്ന് പറയില്ല. അങ്ങനെ പറയുമ്പോ നെഗറ്റീവ് പോലെ നെഗറ്റീവ് വരുമെന്നല്ല പറഞ്ഞ, നെഗറ്റീവ് പറയുന്നതിനെ അത്ര വിവരം ഇല്ലായിരുന്നു, അതാണ് സത്യം. അമ്മമാർക്ക് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക്
ദേ ഇവിടുന്ന് തക്കടിയുന്നുണ്ട് ഇപ്പോഴും വിവരമൊന്നും ഇല്ലാന്ന്. അതിനോട് ചോദിച്ചാൽ കറക്റ്റ് സ്വഭാവം പറയും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിലും അറിയത്തില്ല. പുള്ളി ഇപ്പൊ ഇത്രയും നാളുകൾ കൂടി വന്ന് ആദ്യമായിട്ട് കാണുമ്പം ഇവരെന്നാന്നുള്ളത് കൃത്യം അറിയാവുന്ന. എനിക്ക് തോന്നേ ഇവരിപ്പൊ എന്ത് തഗ് പറഞ്ഞാലും ഇപ്പൊ മിണ്ടത്തില്ല. സ്റ്റേജിൽ പോയാലായിരിക്കും ചിലപ്പോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അല്ലാണ്ട് നോർമലി ഇവർ അങ്ങനെ വലിയ സംസാരം കാര്യങ്ങളൊന്നുമില്ല. അവിടെ മനോരമ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആ പടം സ്റ്റക്ക്. നിങ്ങൾ എങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് സ്റ്റേജിൽ കയറുമ്പോഴാണോ ആ ഒരു പൈസ കിട്ടണ്ടോ? നമുക്ക് ഈ പ്രായം ആയതുകൊണ്ടായിരിക്കും പൈസയോട് അങ്ങനെ ഇതില്ലായിരുന്നു. നമുക്ക് അവര് ചിരിക്കുന്ന കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞങ്ങള് കാരണമാണല്ലോ അവര് ചിരിക്കുന്നത്. പിന്നെ ഇനി ചിരിപ്പിക്കാൻ തോന്നും. സ്റ്റേജിൽ ഈ പെർഫോം ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവാ. 100% പാളിപ്പോവാനായിരിക്കും സാധ്യത. പക്ഷെ നമ്മൾ കയ്യിൽ നിന്നിട്ടിട്ട് ചിലപ്പോ പാളിപ്പോവാതെ ഇതിനൊന്നും ചിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ചിരിച്ച സീനുകളുണ്ടോ? കയ്യിൽ നിട്ടതിനൊക്കെ ചിരിച്ചിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് പിടി കിട്ടും. കൈ നിട്ടതാണ്. പിന്നെ അത് നമുക്ക് ആ സ്കിറ്റ് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പകുതിക്ക് നിന്ന് കഴിഞ്ഞാൽ മൊത്തം പോകും. ഇതിൽ ഏറ്റവും കൂടുതൽ കഥകള് സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ആരാ? ഏതാ കഥകള് സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ആരാ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവന്. പക്ഷെ കഥയൊന്നും ഉണ്ടാക്കാനുള്ള സംസാരിക്കും ഇവൻ നല്ലതായിട്ട്. പക്ഷെ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഷൂട്ട് എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ വായന വല്ലതും നല്ല താങ്ങ് വരത്തുള്ളൂ. അച്ഛൻ ഒത്തിരി അങ്ങനെയൊന്നും പറയാണ്. അച്ഛനെ വെളിന്നാരെല്ലാം വിളിച്ച് അച്ഛൻ ഞാൻ അച്ഛനെ വിളിക്കുന്നത്. നാളൊക്കെ ഈ ഫാൻസിനൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യണേ? ഒത്തിരി ഫാൻസ് മെസ്സേജ് അയക്കുന്നുണ്ടാവല്ലോ. ഇല്ലാന്ന് പറയുന്നത് നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടേക്കുന്ന ഫോർ എൻക്വയറി കാവ്യ. എനിക്കാ വരുന്നത്. എന്റെ അടുത്ത പിന്നെ മെസ്സേജ് വരുന്നത്, ചേച്ചി ഒന്ന് പറയോ ഞങ്ങളുടെ മെസ്സേജ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാന്. എനിക്കാ മെസ്സേജ് വരുന്നത്, ചേച്ചി ഒന്ന് പറയോ ഞങ്ങൾ ഇവിടുന്നാണ് അവിടുന്നാണെന്നും പറഞ്ഞു. ഞാൻ ഇവന്മാരെ വിളിച്ചെന്നിട്ട് പറയും, എടാ ഇങ്ങനെ വന്നു. അത് കേക്കത്തില്ല. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര ഇനി ചെയ്യാനുണ്ടല്ലോ. ചുമ്മാ നടക്കുന്ന സുഖമല്ലേ. എല്ലാം എനിക്കാ വരുന്നത്. അതുകൊണ്ടാ ഫോർ എൻക്വയറി കാവ്യ ജോർജ് നിട്ടില്ല. അത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് കോള് വന്നാല് ഒരു കൊളാബ് ചെയ്യാൻ വന്നാല് ഞാൻ വിളിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ കിടക്കും. ഞാൻ വേറെ എന്റെ പണിയായിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് കോള് അന്ന് നേരിട്ട് സംസാരിച്ച് അതങ്ങ് ക്ലിയർ ഔട്ട് ചെയ്താല് പേഴ്സണൽ മാനേജർ ഞാൻ പറയും, ഞാൻ അവസാനം അവർക്ക് നമ്പർ കൊടുക്കും. നിങ്ങൾ തന്നെ എന്ന് സംസാരിക്കണം. നമ്മളിടയിൽ നിൽക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു തിരിഞ്ഞു വരുമ്പം മാറിയും പോകും. ഇവർക്ക് അത് ഏറ്റെടുക്കാനും മേല. അവരോട്ട് ഇവരോട് സംസാരിക്കത്തുമില്ല. ഇതെല്ലാം എന്റെ തലയിൽ കൂടെ തന്നെ. ഞാൻ അവസാനം നമ്പർ കൊടുക്കും. ഇവന്റെ കൊടുക്കും, അവനെ കൊടുത്തിട്ട് കാര്യമില്ല. അതൊന്നും കുറെ പേരും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കത്തില്ല. പിള്ളേരാ കൈകാര്യം ചെയ്യാൻ അറിയാവോ? അത് ഞങ്ങൾ മുതലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും വിളിക്കുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും റിപ്ലൈ ഒക്കെ കൊടുക്കണം കേട്ടോ. അല്ല ഞാൻ മിണ്ടുന്നുണ്ട്. കാവ്യ എനിക്ക് നമ്പർ ഇങ്ങോട്ട് വരും, ഞാനാ പിന്നെ സംസാരിക്കുന്നു. ഞാനേ സംസാരിക്കത്തുള്ളൂ. ശരിക്കും നിങ്ങൾ ഇപ്പൊ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? ശരിക്കും നിങ്ങൾക്ക് എന്താണെന്ന് ആഗ്രഹം? ഈ ആക്ടിങ് പരിപാടി തന്നെയാണോ? അങ്ങനെ ഒരു ചേച്ചി കാത്തിരിക്കുക. നിങ്ങൾ അങ്ങനെ വല്ല എന്തെങ്കിലും അംബിഷൻസ് എങ്ങനെയാണെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയത് എന്നാന്നുള്ളത്. ഇന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോവാണ് ശരിക്കും കെവിൻ ഉള്ളിലുള്ള ഒരു ആഗ്രഹം. സഹായിക്കുന്നുണ്ട് കേട്ടോ. സിനിമ മേഖല വർക്ക് ചെയ്യാൻ ഇഷ്ടം. എന്റെ കാര്യം എന്റെ അല്ല. പറഞ്ഞു കോപ്പി പേസ്റ്റ് ഇല്ല കേട്ടോ. പറയില്ല, അത് പറയില്ല. വേറെ പറയണം, ഉള്ളത് പറയണം. എനിക്ക് സ്പോർട്സിനോടാ താല്പര്യം. കഴിയില്ലേ? അയ്യോ, അമ്മ വെള്ളം എടുത്ത് എറിയുമ്പോ കോച്ചുണ്ട്. അതിനുണ്ട്. പിന്നെ വേറൊന്നുമില്ല. കൂട്ടത്തിൽ ഇപ്പൊ അമ്മ ഈ പറഞ്ഞ ഓട്ടം കൂടുതൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് മുങ്ങാൻ പറ്റിയ കഴിവുള്ള ആരാ ഈ കൂട്ടത്തില്? മുങ്ങല് നടക്കൂല. ഈ വീടിന്റെ പരിസരം അല്ല, നമുക്ക് എങ്ങും പോകാൻ പറ്റൂല. അതുകൊണ്ട് നേരെ ഒരു സറണ്ടർ ചെയ്യുക. നമുക്ക് എവിടെ ഇടയ്ക്കൊക്കെ മുങ്ങാറുണ്ട്. കേക്കാത്ത പോലെ അങ്ങ് ഇറങ്ങിപ്പോവും. ഇവനിട്ടുള്ള വല്ല മൊത്തം കേൾക്കുന്ന ഞാനുമാണ്. പക്ഷെ ഇരട്ട ആയോണ്ട് ഇവനിട്ട് വിളിക്കുമ്പോ എന്താണേലും എനിക്കിട്ടും കിട്ടും. ഞാൻ ആ സമയം അങ്ങ് ഇറങ്ങിപ്പോവും. അമ്മക്ക് ഭയങ്കര ആഗ്രഹം എപ്പോഴും ഒരുപോലത്തെ ഡ്രസ് ഇടണോ? അമ്മയ്ക്ക് അതാ ഇഷ്ടം. അമ്മയുടെ ആഗ്രഹം അമ്മ അവരെ മെന്റലി എന്റെ കാലം കഴിയുന്നത് വരെ നിങ്ങൾ ഒരേ കളറിലെ ഡ്രസ് ഇട്ടാണ്. അപ്പം എവിടുന്നൊക്കെയോ എന്തിനൊക്കെയോ ഇങ്ങനെ ചെന്നപ്പോ പറഞ്ഞു, ഓ ഇവർക്ക് ഇനി പ്രായം ഇനി ഇഷ്ടമുള്ള പോലെ നടക്കാലോ എന്നുള്ള ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ ഇവരും നോർമലി ഇവർക്ക് നേരത്തെ ഇഷ്ടമാണ് വേറെ മാറി ഇടാനായിട്ട്. അപ്പൊ ഓരോരുത്തരും ഒക്കെ പറയുമ്പോ ഞാനും പറയാം, അമ്മ അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. അപ്പൊ പറയും, ഞാനാണ് ഈ വീട്ടിൽ കൊള്ളാതെ നിൽക്കുന്നത്, ഇവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്, നീ ഒരുത്തിയവന്മാരെ ചീത്തയാക്കുന്നത്.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എന്നെ അടുത്ത് ആദ്യം വിളിച്ചു പറയും കാവ്യ ഇങ്ങനൊരു കാര്യമുണ്ട്. അമ്മ ഇച്ചിടെ കഴിയുമ്പോ അത് സങ്കടത്തോടെ പറയും എന്റെ പൊന്നടി ഇങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന ആരും ഇവിടെ കേൾക്കുന്നില്ല. അങ്ങനെ തിരിയും. കിടക്കുന്ന ഒരു സാധനം അപ്പൻ. അപ്പൻ ഏത് യൂണിവേഴ്സിലാണ് മനസ്സിലാവുന്നില്ല അതൊക്കെ. പാരലൽ വേൾഡില്. ഇവിടെ ഇപ്പൊ ഒരുപാട് അവാർഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആര് വാങ്ങിയതാ ഇതൊക്കെ? ഞങ്ങള് ഇത് പണ്ടിവിടെ മൊത്തം ചേച്ചിമാരുടെ ആയിരുന്നു. കാവ്യയുടെ അഖിലയുടെ ആയിരുന്നു. ഇങ്ങനെ ഇച്ചിരി കൂടെ തിളക്കമുള്ള വരാൻ തുടങ്ങിയപ്പോ അപ്പൻ അതെല്ലാം ഒരു ദിവസം തൂത്തങ്ങ് തുടക്കുന്നു. ഞാൻ ചോദിച്ചാ എന്നാപ്പാ എടി അത് ഇച്ചിരി ഇങ്ങനെ ക്ലാവൊക്കെ പിടിച്ചെന്ന്. അടുത്ത് തുടർന്നപ്പോ സാധനം ഇല്ല. ഞങ്ങൾ പെട്ടിയിലാക്കി അവിടെ അകത്തൊരു സ്റ്റോറി പൂവിന്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. എന്റെ ഒരെണ്ണം അവളുടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവര് വാങ്ങിയതാണോ? ആ ഷോ നിങ്ങൾ ചെറുപ്പത്തില് ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് പറയുന്നില്ലേ? എങ്കിലും ഭയങ്കര ഒരു ഇന്റർവേർട്ട് ക്യാരക്ടർ ആയിരുന്നല്ലോ. പക്ഷെ ഇത് ആയിരുന്നില്ല. പക്ഷെ ഇത് എങ്ങനെ ഇത്രയും ആക്റ്റീവ് ആയിട്ട്, അതൊക്കെ നമുക്ക് അത്ഭുതപ്പെടുന്നു. ഇത്രയും സ്മാർട്ട് ആയിട്ട് ഒരാളടുത്ത് സംസാരിക്കുക, ഈ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യം എന്നല്ലല്ലോ. അതെങ്ങനെയാ പറ്റണേ? അതിപ്പോ അതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളായിട്ടല്ലല്ലോ. പിന്നെ കുഴപ്പമില്ല. വേറൊരു ക്യാരക്ടറാണ്. ചിരിപ്പിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു അല്ലേ. ഈ യൂട്യൂബ് ഒക്കെ ആരാ കൈകാര്യം ചെയ്യണേ? യൂട്യൂബ് കൈകാര്യം ചെയ്യല്ലേ, അത് അവിടെ കിടക്കുക. നിങ്ങൾ അങ്ങനെ നോക്കുന്നു പോലും ഇല്ല യൂട്യൂബ്. കിട്ടി. അത് കുറെ നാളായി അതിന്റെ മറ്റേ ഇത് വന്ന് കിടന്നിട്ട് കുറെ നാളായി. പരീക്ഷ ആയപ്പോ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ് നോക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കോണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പൊ പെയറായിട്ട് ഫോൺ വിളിക്കുന്നത്. രണ്ടുപേരും പഠിക്കുന്ന പിള്ളേരാ. എങ്കിലും ഇതിന്റെ പിള്ളേരൊന്നും പഠിക്കത്തില്ല. റിസൾട്ട് വന്നില്ലേ? ഇല്ലേ 10th അല്ല, ഇനിയും പ്ലസ് ടു. ഞാൻ ഷെയ്വ് ചെയ്തോണ്ടാന്ന് പ്രായമായിട്ട് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ചെറിയ കുട്ടികളെ ഇതാണ് അങ്ങനെ പറയില്ലേ. ഇതൊക്കെ തരും നമ്മള് എന്ത് സ്റ്റേജില് പോകുന്ന സമയത്ത്. അടുത്ത ഈ ഒരു ഫാമിലി നാലാൾ അറിയാം. ഇവിടെ ഒന്നും ഞങ്ങൾ പറയില്ല അതൊക്കെ. ഈ സ്റ്റേജിൽ പെർഫോമൻസ് അല്ലാതെ നമ്മൾ കാണാത്ത കഴിവുകളുണ്ട് ഇവർക്ക്. ഇതുവരെ പുറത്ത് കൊണ്ടുവരാത്ത കഴിവുകള്. പുറത്ത് കണ്ടിട്ടുണ്ട്. മുഖത്തൊക്കെ കേട്ടില്ലേ അടിയടിയാ. അങ്ങനല്ലേ എന്തെങ്കിലും അല്ലാതെ കഴിവുണ്ടോ? നല്ല കഴിവുണ്ടോ? കഴിവില്ലെന്ന് മാത്രം പറയും. ഇവൻ എന്തേലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ക്രാഫ്റ്റ് പരിപാടി. ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട്. അത് പണ്ട് ഞാൻ ഒരു പാത്രം നിറച്ചു, ഒരു ഇങ്ങനെ ബോക്സ് നിറച്ചു അവൻ നമ്മുടെ ഈ മുട്ടായിയുടെ തൊലി വെച്ച് ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാക്കി നീയാണോ? അല്ല, ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ വെച്ച് കുറെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. പണ്ട് ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു കഥ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനൊരു സ്റ്റോറിയുടെ തുടക്കം ഇട്ടുതരും. ആ തുടക്കത്തിന്റെ ബാക്കി കഥ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരായിട്ടല്ലേ ചെല്ലും. നമുക്ക് എല്ലാവർക്കും കഥ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. ഇരട്ടകളായതുകൊണ്ട് ഗുണം എന്താന്നല്ലേ, ദോഷം മാത്രമേ. ഇത് നമുക്ക് രണ്ടുപേർക്കുള്ള ഒരു ഓക്കെ, റെഡിയാണോ? ഓക്കെ. കെവിനും എവിനെയും കാണാൻ മസ്കറ്റിൽ നിന്ന് അച്ചാച്ചൻ ഫ്ലൈറ്റ് കയറി വരികയാണ്. കൂടെ ഒരു യമണ്ടൻ പെട്ടിയുണ്ട്. ഞാൻ യമണ്ടൻ ഭാര്യന്ന് അങ്ങനെ വല്ലതും പറയാൻ വരികയാണ്. പെട്ടിയുണ്ട്. ബാക്കി കഥ ആര് തുടങ്ങും? അച്ഛൻ തുടങ്ങിയോ? ഞാനോ? അങ്ങനെ ഫ്ലൈറ്റ് കയറി വീട്ടിൽ വന്ന് ആ പെട്ടി തുറന്ന് നോക്കിയപ്പോ ഡുഡും. അത് മറ്റേ ഇത് സസ്പെൻസിന്റെ ഇത് ബാക്കിയാണ്. എല്ലാവരുടെയും കണ്ട് അന്താളിച്ചു പോയി. എന്താണത്? അങ്ങനെ ഇരിക്കുകയാണ് അച്ചാച്ചനത് പറഞ്ഞത്. അതെന്താ, നിങ്ങക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട് എങ്കിൽ പറഞ്ഞോ. എനിക്കറിയത്തില്ല. ഇത് വട്ടം കറങ്ങി പോയാലല്ലേ രസമുള്ളൂ. വേറൊരു കഥ പറയാം. ഓക്കെ, നിങ്ങളെ രണ്ടുപേർക്കും ബമ്പർ ചിരിയില് ബമ്പർ അടിച്ചു. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് പറയാണ് ആ ബമ്പർ പൈസ മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അങ്ങനെ ആയാ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാലോ. ഇമാജിനേഷൻ നടക്കും. അപ്പൊ അതിന് ഇമാജിൻ ചെയ്തോ. അങ്ങനെ ഞങ്ങൾ ഉടുപ്പ് വാങ്ങിക്കാൻ പോയി.
എന്നോട് പകുതി ഇഷ്ടം തോന്നണം, കുറച്ച് ശരിക്കും അയ്യോ ഇതിന് ഞാൻ നിങ്ങൾ ഒരു ദാക്ഷിണ്യം അറിയില്ല. ഒരു കാര്യം ഇഷ്ടമെങ്കിലും എന്നോട് തോന്നണം. എന്താ പറഞ്ഞേ? ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് തലയ്ക്ക് വല്ല വട്ടം ഉണ്ടോന്ന് ചോദിച്ചത് മുഴുവൻ കൊടുക്കാനായിട്ട്. അമ്മ അത് കേട്ടപ്പോ ചെറുതായിട്ടൊന്ന് കലിപ്പായി. അമ്മ എങ്ങനെ അടുക്കളയിൽ പോയി അമ്മയുടെ ആയുധങ്ങളെല്ലാം എടുത്ത് അമ്മയോട് എന്ന് പറഞ്ഞാൽ നീ കളിയിൽ ഇച്ചിരി കാശ് കൊടുക്കും. കല്യാണം കാര്യം പറഞ്ഞു ഞങ്ങൾ തിരുത്തപ്പോഴേ ഗോൾഡൻ അടിച്ചു. ഓടേ അങ്ങനായി. ഇതിന് ബാക്കി അല്ലെങ്കിൽ കുറച്ച് കാശ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇത് ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ മേലെ പെകളെ കളറായിക്കോട്ട് വന്നേക്ക്. ഇതല്ല ശരിക്കും പറയുന്നതാണ്. കൊള്ളിച്ച് പറയുന്ന നിങ്ങൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പുറം പോക്കണം, ചേർത്തല വഴി വരെ. ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി, ബാക്കി ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. ആ പൈസക്ക് 50,000 രൂപ കൊണ്ട് എവിനും ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. അവര് രണ്ടുപേർക്കും ബുദ്ധി അധികം വളരാത്തത് കൊണ്ട് ഈ 50,000 രൂപയുടെ വില അറിയാത്തത് കൊണ്ടും ആ 50,000 രൂപയും പൊതിഞ്ഞു കെട്ടി കടയിലേക്ക് പോയി. ബാക്കി പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇവന്മാര് ഒറ്റയ്ക്ക് പോയി ഉടുപ്പെടുക്കുന്നത്. അതിൻ്റെതായ കുറവുകൾ ഇവന്മാർക്കുണ്ട്. അങ്ങനെ ഉടുപ്പെടുക്കാൻ പോയപ്പോഴായിരുന്നു ഒരു നഗ്ന സത്യം അറിഞ്ഞത്. അന്ന് ഹർത്താലായിരുന്നു. കട ചെന്ന് കഴിഞ്ഞപ്പോഴാ ആ ഈ പിള്ളേരെ കൊണ്ടൊരു പാസ്. ഈ കളി മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ പൈസയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പം അപ്പനും അമ്മയ്ക്കും ഒരു സമാധാനം. എന്നാണെങ്കിലും അത് വെറുതെ വെള്ളത്തിൽ പോയില്ലല്ലോ. ഒരു എന്റെ ഇട്ടതാ. ആ വെറുതെ വെള്ളത്തിൽ പോയില്ലല്ലോ. വലിച്ചു നീട്ടിപ്പോ അതിനാണ് നിങ്ങളൊക്കെ പറഞ്ഞ നീയൊക്കെ തന്നെ മതിയെന്നുള്ള കാര്യം. ഇവര് ഇന്റർവ്യൂ അങ്ങനെ ആ കാശ് അമ്മ തിരിച്ച് കയ്യിലേക്ക് മേടിച്ച് അലമാരിക്കകത്ത് വെച്ച് പൂട്ടി. നിങ്ങൾക്ക് കിട്ടിയില്ല. ഇത് എഴുതണം. അല്ല 30 വയസ്സിന് മേളിൽ ഉള്ളവരെ ഇന്റർവ്യൂ ചെയ്യല്. 40 ഇതുപോലെയാണോ ഇവര് കൂട്ടത്തിൽ ഇതുപോലെ തങ്ങൾക്ക് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്തായി. അമ്മ അത് മേടിച്ച് നേരെ അതുമായി നടന്നു പോയി അലമാരിക്കകത്ത് വെച്ച് പൂട്ടി. ഊട്ടിയില്ല. പിന്നെ ഞാൻ എന്തോ ഇനി അടുത്ത ദിവസം തുറക്കടാ. എനിക്ക് ആ പൈസ വേണ്ട. എനിക്ക് ആ പൈസ വേണ്ട. മമ്മി ആഗ്രഹിച്ചത്. അത്രേ ഉള്ളു ഇവർക്ക് വിവരം. കൊണ്ട് നമ്മുടെ കൈ തിരിച്ചു കൊടുത്തു. അത്രേ ഉള്ളു വിവരം. ചേട്ടനായാലും ചേച്ചിയായാലും നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിവരമില്ലാത്ത കാര്യം മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിയും ഇതും നമുക്ക് വേണ്ടല്ലോ. അതെ, വേറെ വിവരമില്ലാത്ത ആൾക്കാർക്കല്ലേ നമ്മളെ മനസ്സിലാവും. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.